വായങ്ങൾ രക്ഷപ്പെടാൻ പടക്കം കാണിച്ചെന്ന് വഴിയാണ്. വാ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കൊല നടത്തിയിട്ട് രക്ഷപ്പെടാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങളാരും കൊന്നിട്ടില്ല. ഇവന്റെ പ്രാണനായിരുന്നു സാറേ അവള്. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരു കുഞ്ഞനീത്തിയെ പോലായിരുന്നു അവള്. അവളെ കൊന്നവന്മാരെ തീർക്കേണ്ടത് തന്നെയാ. അണ്ണനായിരുന്നു, അറിയത്തില്ലേ? നമ്മുടെ ആള് തന്നെ. പക്ഷെ മൂപ്പരെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണത്തുള്ളൂ. വോട്ട് പിടുത്തം കൂടുതലങ്ങ് സുഖിപ്പിക്കല്ലേ പി എ സാറേ. എന്താ ഈ നേരത്തൊരു കച്ചവടം? ഇലക്ഷൻ ഇനിയും ഉണ്ടല്ലോ വർഷങ്ങള്. ഇലക്ഷനൊക്കെ വിടുന്നേ. ആ ചെറുക്കനെന്തേ? അവനെ തന്നെ വേണമെന്നുണ്ടോ? ഏയ്, അണ്ണൻ ഈ പരിപാടി കൊണ്ട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അല്ല, അപ്പൊ ഡീലിങ്സ് നമ്മളമ്മി നേരിട്ട് മതിയല്ലോ. ചുമ്മാ നോക്കി നിൽക്കാതെ മുതലിങ്ങ് വിളിക്കുന്നേ. എന്നാലും എന്റെ കൊച്ചേ, നീ വല്ലാണ്ടങ്ങ് കറക്കി കളഞ്ഞു കേട്ടോ. അപ്പൊ ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ എങ്ങനെയാ? അതൊക്കെ അവനുമായിട്ട് തന്നെ നടത്തിയാൽ മതി. എന്നിട്ട് ആ കഴിവേറി എന്ത് ചെയ്യേ? ഓ, അപ്പൊ ഞങ്ങളെ ട്രാപ്പിലാക്കിയായിരുന്നല്ലോടാ പട്ടികളെ. ഇങ്ങോട്ട് പോണം. ഞങ്ങളോട് കളിക്കല്ലേ? ഞങ്ങളുടെ പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് നിനക്ക് അറിയാലോ. പിന്നെ നല്ലോണം അറിയാം പി എസ് സാറേ. പക്ഷെ ഇത് സ്ഥലം വേറെയാ. ഇതിനകത്തോട്ട് വലതുകാലി വെച്ച് കയറിയ ഒരു മോനും ഞങ്ങൾ പോവണ്ടെന്ന് വെച്ചാൽ പോകത്തില്ല. അതുകളാ പിടിച്ചകത്താക്കിയ പിന്നെ നീയൊന്നും പുറലോകം കാണത്തില്ല. എന്നെ പോലുള്ളവർക്ക് അകവും പുറമെല്ലാം കണക്കാ സാറേ. പിന്നെ ഈ കോളനിക്കൊരു പേര് ദോഷമുള്ളത് മോഹനൻ സാറിന് അറിയാലോ അല്ലേ? ഇവിടത്തുകാരെ പിടിക്കാനും അകത്താക്കാനും ഒക്കെ ഇച്ചിരി അറയ്ക്കും. അങ്ങനെ ചെയ്തവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നല്ലോണം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അതറിയാം. ഞങ്ങളെ ഇങ്ങനെ ആക്കിയതും നിങ്ങളൊക്കെ തന്നെയല്ലേ? അനുഭവിക്കും. ആണുങ്ങൾ നിങ്ങൾ മാത്രമാണ് കരുതിയ. എടോ, അപരാധിക്കാൻ തീരുമാനിച്ചാൽ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാ. ഏതായാലും കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇവളെയും കൊണ്ട് ഞങ്ങളങ്ങ് പോവാ. വടി.
നിയോജക മണ്ഡലം MLA ഹരിശ്ചന്ദ്രദാസിന്റെ PA മോഹനന്റെയും പാർട്ടി ഭാവി MLAയും വ്യവസായിയുമായ ബേബി തോമസിന്റെയും തിരോധാനത്തെക്കുറിച്ച് ആശങ്കകൾ തുടരുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും കാണാതായവരെ കുറിച്ച് യാതൊരു വിവരവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തിനോ ഭരണപക്ഷത്തിന്റെ പോലീസിനോ ഇതുവരെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് സാംസ്കാരിക കേരളത്തിൽ തന്നെ അപമാനമായിരിക്കുകയാണ്. ബഹളം വെക്കാതെ ഞാൻ പറയാം. ഇതിപ്പോ കണ്ണ് കൊള്ളേണ്ടത് പിരികത്തി കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിശ്ചയമായും എന്നെയാണ് ലക്ഷ്യമിട്ടത്. പ്രതിപക്ഷം കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ഇറക്കിയിരിക്കല്ലേ. ഈ തിരോധാനത്തെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പേയെളുകിയ രാഷ്ട്രീയ വിരോധികൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മാത്രമല്ല, എത്രയും പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വേണ്ടത് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? നേതാവ് കത്തി കയറുവാണല്ലോ. സാർ, 2 ആഴ്ചയായിട്ട് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ആരോപണങ്ങൾ സാറിന് നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് കേരളമാണോ? നിങ്ങൾക്കറിയാലോ, കറപുരളാത്ത കൈയാണിത്. കേരളത്തിലെ പൊതുസമൂഹത്തിനും അതറിയാം. എത്ര വർഷമായി പണി തുടങ്ങിയിട്ട്. കൂടപ്പുറപ്പിനെയും കൂട്ടിക്കൊടുത്തു നീ അല്ലടാ. ദിവമാനെല്ലാത്തിനും കാരണം ഇന്ന് അറിയില്ലണ്ട. ഞാനല്ലണ്ട. ഇവിടുത്തെ ചില രീതികൾ ഇങ്ങനെ സാറുമാരെ. പറച്ചില് കുറവാ, പണിയാ കൂടുതൽ. കൂടെ നടന്നതും നീയേ ചാപ്പ, കൂട്ടിക്കൊടുത്തതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീ തന്നെ ചാപ്പ, കൊണ്ടുപോയി കേരള മരുന്നും ചത്ത്. വേണ്ട. വേണ്ട. അണ്ണാ, 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 രായപ്പണ്ണ, സോറി അണ്ണാ, ഇനി അങ്ങനെ ചെയ്യില്ലണ്ണ. രുക്കു, അണ്ണാ, രായപ്പണ്ണ.